ഹായ് ഫ്രണ്ട്സ്, റിയാസ് എ ടു സെഡ് ആണ്. നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യൽ, അതായത് കുളിക്കാൻ എന്താണ് ഉപയോഗിക്കൽ, പിന്നെ താമസിക്കാൻ എന്താ ചെയ്യൽ, തിരുമ്പാൻ എന്താ ചെയ്യൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലവരും ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. പിന്നെ നമ്മൾ ഇന്നുള്ളത് തേനി മധുരൈ റോട്ടിലാണ് കേട്ടോ. നമ്മൾ കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ പോകുന്നുള്ളൂ. ആ ഉള്ള യാത്ര അത് ആസ്വദിച്ച് ചെയ്യുക എന്നുള്ള കേട്ടോ നമ്മൾ പ്ലാനിങ്. അല്ലാതെ വെറും ട്രാവൽ ചെയ്ത് കണ്ട് ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ കൂടി, നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഓടിപ്പാഞ്ഞ് പോകണില്ല. കുറഞ്ഞ യാത്രകൾ, അതായത് ഏരിയകൾ പരിചയപ്പെടുത്തി അവിടുത്തെ ആളുകളുമായി സംബന്ധിച്ച് അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെയൊക്കെയുണ്ട് നമ്മളെ യാത്ര. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ പരിചയപ്പെട്ടാലോ. അങ്ങനെ രാവിലെ കറി വെക്കാനും പിന്നെ ബ്രെഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നാട്ടാ. വന്നപ്പോഴാണ് അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചകൾ കണ്ടത്. അതായത് ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈത്തപ്പഴം വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം കണ്ടപ്പോഴാണ് വീഡിയോ എടുക്കണം തോന്നിയത്. അതിൻ്റെ അപ്പുറത്ത് ചെറി ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ പാക്കറ്റിൽ ബ്രെഡ് കാര്യങ്ങൾ ഓരോ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ മോഡൽ കേക്ക് വരെ ഉണ്ട് എന്നുള്ള കേട്ടോ, ഓരോരോ പീസായിട്ട് ഈ കേക്ക്. പിന്നെ അച്ചാറുകളൊക്കെ നോർമലി നമ്മളവിടെ കിട്ടുന്നതാണ്. പിന്നെ ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ട് എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് അറിയിക്കുക. ഇതൊന്നും നമ്മളവിടെ അങ്ങനെ ബോക്സ് ഒന്നും ആക്കിയിട്ട് അങ്ങനെ കാണില്ല നമ്മളെ ഏരിയയിലൊന്നും കേട്ടോ. അതുപോലെ ഈ കേക്ക് 3 പീസായിട്ട് വെച്ചിട്ടുണ്ട്, 30 രൂപ. പിന്നെ ചെറിയ അരിയുടെ ചാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഈ ഒരു പമ്പിലാണ് സ്റ്റേ ചെയ്തത്. ഇത് തേനി മധുരൈ പോകുന്ന റൂട്ടിലുള്ളൊരു പമ്പാണ് കേട്ടോ. നമ്മൾ ടെൻറ്റിലാണ് ഇന്നലെ ഉറങ്ങിയിട്ടുള്ളത്. പിന്നെ വണ്ടി ഇതാ മാലിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് ചളി പൊടിയൊക്കെ ഉണ്ടോ ഒന്ന് ക്ലിയർ ആക്കണം. പിന്നെ ജെസ്സി ഇതവിടെ കുക്ക് ചെയ്യണേ. മോനിസ് ഇതാ ബ്രെഡ് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുന്നപ്പോൾ തിന്ന് നടക്കണം കേട്ടോ. ഓനക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പിന്നെ വണ്ടിയുടെ ഉൾഭാഗത്തേക്ക് വരുമ്പോൾ ഇതുപോലെയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. ഇനിയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാണ്ട്. ബാക്കൊക്കെ അലക്കോലേക്ക് കിടക്കണേ. ഇനി മൊത്തം ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് മൊത്തം ക്ലിയർ ആക്കിയിട്ട് അതിൻ്റെ മേലെ മാട്രസ് തിരിച്ചിട്ട് പിന്നെ ഒരു കിടക്കമാതിരി ആക്കിയിടണം കേട്ടോ. ഒക്കെ ഒതുക്കി വെക്കാണ്ട്. പിന്നെ നമ്മൾ ടെൻറ്റിക്ക് വരുമ്പോൾ ഇതിൽ നമ്മൾ കമ്പിളി പുതപ്പ് വിരിച്ചിട്ടുണ്ട്. പിന്നെ മാട്രസ് അപ്പുറത്തുണ്ട്, 2 തലക്കണിയുണ്ട്. പിന്നെ ഇതുണ്ട് കേട്ടോ, നമ്മളെ പുതപ്പുണ്ട്. ഇതാണ് നമ്മളെ ടെൻറ്റ്. പിന്നെ ചെറിയ സ്റ്റൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കുക്കിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്, ഇതുപോലെ നമ്മൾ ഗ്യാസും കുറ്റി കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളെ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തിടും കേട്ടോ. ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഉച്ചക്കൊക്കെ ഉള്ളതും ഇപ്പൊക്കെ ഉള്ളത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുന്ന് പോവട്ടോ. ഇനി അടുത്ത് സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ ഇതേപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് രാത്രിക്കുള്ള കുക്കിങ് കഴിഞ്ഞാൽ വണ്ടിക്ക് തന്നെ സാധനം കയറ്റുക. നാളെ ഇതേപോലെ രാവിലെ ഇറക്കുക. രാവിലേക്കും ഉച്ചക്കൊക്കെയുള്ള റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി തീർന്നിട്ടാ. ജെസ്സി ഇതാ ഇങ്ങനെ നടക്കണേ, ആടുകൂടും തെരപര. അപ്പോൾ ഞങ്ങൾ കുളിച്ചതും ഫ്രഷ് ആയതൊക്കെ ആ പമ്പിൽ നിന്നാട്ടോ. ഇതുപോലത്തെ പമ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഏരിയയിലും ഓരോ അനുഭവങ്ങളാവും. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കുളിക്കാനും പിന്നെ ഇതുപോലെ കുക്ക് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള യാത്രാനുഭവങ്ങളാവും നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ജെസ്സിനോട് ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ടെന്നല്ല. ജെസ്സി ഒന്നും ഈ ഒരു ഇതിൽ കൊണ്ട് എത്തിയിട്ടില്ല, എത്തണുള്ളൂ. എങ്ങനെയുണ്ട്? ഓളൊക്കെ ഇത് ഉൾക്കൊണ്ട് വരുന്നുള്ളൂ കേട്ടോ. അതായത് ഈ ഒരു രീതി നമ്മളാണ്ട് ഉൾക്കൊള്ളാണ്ട്, വീട്ടിലെ സിസ്റ്റം ഇതുപോലത്തെ ഒരു സിസ്റ്റമൊക്കെ നമ്മൾ ഒന്ന് ഉൾക്കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല കേട്ടോ. മോനൂസിന് പിന്നെ ഒരു പ്രശ്നമില്ല. എവിടെ പോയാലും ഫുള്ള് കമ്പനിക്കാരാണ്. ഓനെ കളിപ്പിക്കാനോ അങ്ങോട്ട് കളിപ്പിക്കാനോ ആയിട്ട്. അങ്ങനെ നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉടച്ചു കണ്ടുള്ള റോസ്റ്റാണ്. പിന്നെ ബ്രെഡാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കണത്. ഇതാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചായ, മുട്ട റോസ്റ്റ്, ബ്രെഡ്. എങ്ങനെയുണ്ട് മോനുസേ? നമ്മുടെ വണ്ടിയുടെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. സീറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇങ്ങനെ ഈ ഒരു സെറ്റിങ്സിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്ക് കണ്ടില്ല, ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഒതുക്കിയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഒതുക്കി ലെവലാക്കി വെച്ച്. ഇനി ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഒരാൾക്ക് കിടക്കാനൊക്കെ പറ്റും കേട്ടോ. അടിപൊളിയായിട്ട് കിടക്കാം. ഇങ്ങനെയാണ് നമ്മളെ പോക്ക്. നേരത്തെ കണ്ട അലങ്കോലായി കിടന്നതിലും ഇപ്പം കിടന്നതിലും മാറ്റം മനസ്സിലായോ? ലെവലിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതാ
ഇനി ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. ഒരു ബെഡ് മാതിരി ആക്കിയിട്ടുണ്ട്. ഒരാൾക്ക് രണ്ടാൾക്ക് സുഖമായിട്ട് കിടക്കാം. അഡ്ജസ്റ്റ് ആയിട്ട് കിടക്കണം എന്നുള്ളൂ. ഇനി സീറ്റ് മുന്നിക്കൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് നീർന്ന് കിടക്കട്ടോ. മൂന്നാൾക്കൊക്കെ അടിപൊളിയായിട്ട് കുട്ടിക്കും ഞങ്ങൾക്കും കിടക്കാം. പക്ഷെ ഞങ്ങൾ കൂടുതലും ടെൻ്റ് അടിക്കലാണ്. അതാണ് ഒന്നുകൂടി സൗകര്യം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ ഈ പമ്പിലാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ഇവരെ അനുമതിയോട് കൂടിയിട്ട് ഇവിടെയാണ് നമ്മൾ സ്റ്റേ അടിച്ചത് കേട്ടോ. ഒരുപാട് നന്ദി. അപ്പോൾ നമ്മൾ എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത പമ്പാണ് ഈ കാണുന്ന പമ്പ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ട്. 500 രൂപക്കാട്ടോ എണ്ണ അടിച്ചിട്ടുള്ളത്. അതിനുള്ള ഓട്ടം നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ അണ്ണനൊക്കെ നമ്മൾ ഇന്നലെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരിക്കണേ. അണ്ണ പേരെന്നാണ്? സതീഷ് കുമാർ. ഇത് ഇടത്തേക്ക് പേരെന്നാണ്? കരു. ഓക്കെ അണ്ണ, ഓക്കെ. നன்றி അണ്ണ. ഇങ്ങനെ സ്റ്റേ പണി കൊടുത്തേക്ക്. ശരി അണ്ണ. ഇതെന്നാ? சிமெண்ட்டு. இங்கேருந்து கம்பெனிலேருந்து டேரெக்ட் வந்து சின்ன வண்டியில் மாற்றி போகிறியா? சரி சரி. எங்கேருந்து வரேண்ணா? இது ஆலத்தியூர். ஆலத்தியூர்னா கேரளா ஆலத்தியூரா? தமிழ்நாடு. சரி சரி. எந்த இடத்துக்கெல்லாம் போகிறேன்? தேனி டிஸ்ட்ரிக்ட் ஃபுல்லாக இங்கேருந்து தான் ஏற்றிட்டு போகிறேன். சரி சரி. வேறு வேறு எந்த கம்பெனியோட? രാംകോ മട്ടുന്താ? ശരി 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 അണ്ണ. താങ്ക്സ് അണ്ണ. അപ്പോൾ നമ്മളുള്ളത് രാംകോ കമ്പനിയുടെ ഗോഡൗണിലാട്ടോ. ഗോഡൗൺ ഒന്ന് പരിചയപ്പെട്ടാലോ? വലിയ ഗോഡൗൺ ആട്ടോ, വലിയ ഗോഡൗൺ. അതായത് വലിയ ലോറിയിൽ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്നത്. പിന്നെ ചെറിയ ചെറിയ ലോറികൾക്ക് കയറ്റി വിടുന്നൊരു കമ്പനിയാണ് കേട്ടോ. ലോറിയിൽ ലോഡ് വന്നതാണ്. ഇങ്ങനത്തെ വലിയ ലോറിയിൽ വരും. പിന്നെ ചെറിയ ചെറിയ വണ്ടിയിൽ കയറ്റിയിട്ട് ഈ ഡിസ്ട്രിക്ട് മൊത്തം, തേനി ഡിസ്ട്രിക്ട് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഗോഡൗൺ ആണ് കേട്ടത്. രാംകോ സിമെൻറ്റിൻ്റെയാണ്. ഈ നിൽക്കുന്ന വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ ലോഡിട്ട് വന്നതാണ് കേട്ടോ. ഇത് കയറ്റാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചെറിയ ചെറിയ വണ്ടികളാണ്. ആ 10 വീല്, ഈ 6 വീല്, ഇതൊക്കെ അത് ചെറിയ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഈ തേനി ഡിസ്ട്രിക്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇതുപോലെ നിർത്തും. ഒരുപാട് ടയറുകളുണ്ട് കേട്ടോ അങ്ങനത്തെ വണ്ടികൾക്ക്. വണ്ടിയെല്ലാം കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വന്നതില്ല. പെരുസ് വണ്ടി. ശരി ശരി. ഉங்கள் பேர் என்னண்ணா? முனிராஜ். இந்த இடமா? இந்த ஊர் தான்? புதுக்கோட்டை. நீங்கள் பேர்? அருண். எந்த ஊர்? എറണാകുളം. ശരി അണ്ണാ, പാത്രത്തിന് നന്ദി. ശരി, കിളമ്പുറം. അപ്പോൾ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ലോഡിറ്റ് വലിയ വണ്ടികളാണ്. ബാക്കിലൊക്കെ വണ്ടികളുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഒരു കൺസെപ്റ്റ് എന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഗോഡൗൺ കാണുന്നത്. അടിപൊളി അടിപൊളി. എല്ലാവരും നല്ല സഹകരണം കേട്ടോ. വീഡിയോ എടുത്തോളി എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. പേരെന്നാ? രാമനഗർ. ഇங்கே என்ன வேலை பார்க்குறேண்ணா? ഡ്രൈവർ. ഈ പെരുസ് വണ്ടിയിൽ വന്നതാ? ശരി 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 അണ്ണാ, കിളമ്പുറം. ഈ അണ്ണനാണ് നമുക്ക് ആദ്യമൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മളവിടെ കയറിയിട്ട് സംസാരിക്കുക ചെയ്തത്. ശരി അണ്ണാ. കേരളക്ക് വന്നിരിക്കാ? கேரளா இப்போ இந்த கோட்டையோ எல்லாம் இப்போ பற்றி உள்ளோம். இப்போ எல்லாம் பெரிய குடோன் வந்தவொடனே என்ன? ശരി 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 അണ്ണാ, കിളമ്പുറം. അപ്പോൾ ഇതൊരു ലോറി സ്റ്റാൻഡാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇതിങ്ങനെ ലോഡിറ്റ് വന്നാണ് കേട്ടോ. രാംകോ സിമെൻറ്റിൻ്റെ കമ്പനിയാണ്. അവരെ ഗോഡൗൺ ആണ്, മെയിൻ ഗോഡൗൺ ആണ് തേനീത്തെ. ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണത് കേട്ടോ. ഈ ഡിസ്ട്രിക്ട് മൊത്തം ചെയ്യണത് ഇവരാണ്, രാംകോൻ്റെ. ഇവിടെയും വണ്ടികൾ നിൽക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ കൺസെപ്റ്റ്? അടിപൊളിയല്ലേ? നമ്മളെ മാലിക്ക് നിൽക്കുന്നത് തേനി മധുരൈ റൂട്ടിലാണ് കേട്ടോ. എന്നാ இந்த ഏരിയ, இந்த ഊര്? വട്ടനാട്. ശരിയാണോ? യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. അടിപൊളി. ഒരു കുട്ടി ബസ്, സ്കൂൾ ബസ്സാണ്. അടിപൊളി മനോഹരമായിട്ട് പഴയ ബസ് കേട്ടോ. അടിപൊളി. എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളൊക്കെ കാണാമെന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഒരു പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിന് നേരെ ബാക്കിലൊരു പുഴ വരുന്നുണ്ട് കേട്ടോ. പുഴയിലൊക്കെ വെള്ളം വളരെ കുറവാണ്. കലങ്ങിയ വെള്ളമാണ് കേട്ടോ വരുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ കലക്കാണിഞ്ഞ് അടുത്ത് പോയി നോക്കിയാൽ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. പിന്നെ ഇങ്ങനെ അവിടെ പാലം വരുന്നുണ്ട്. പാലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കിണറുകളാണ് ഈ കാണുന്നതൊക്കെ. അതിന് മോട്ടർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തേക്കും. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് മുളക് പറിക്കുന്നത് കേട്ടോ. சாப்பிட்டாச்சு. பரவாயில்லண்ணா, சாப்பிட்டாச்சு. நல்லா இருந்துச்சு, பரவாயில்ல. நல்ல ஊர், நல்ல ஊர். தேனி நல்லா இருக்கு. ஆமாம். உங்கள் பேர் என்னண்ணா?
உங்கள் பேர் என்ன? கமல்நாத். உங்கள் பேர்? கௌதம். வேண்டாண்ணா, சாப்பிட்டாச்சு. காலையில சமைச்சு சாப்பிட்டாச்சு. மத்தியானத்துக்கும் இருக்கு. நீ நைட்டுக்கு மட்டும் நோக்கியா போதும். நம்ம ஓல் இந்தியா ட்ராவல் பண்ணுறேன். கொஞ்சம் ஏரியா இந்த மாதிரி பேசி பழகி அப்படி போகிறேன். 2 year ஜேர்னி. ഇൻസ്റ്റഗ്രാം கொஞ்சம் பாருங்க. 2 year ജേണി. മുളകിൻ്റെ ഒരു തോട്ടം കണ്ട്, പക്ഷേ നമുക്ക് ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല, പറിക്കണതും കാര്യങ്ങളൊന്നും. ഇന്നിപ്പോൾ പറിക്കണ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊന്ന് പോയി എന്തൊക്കെയാണ് അവരെ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് തിരക്കിയാലോ, നോക്കിയാലോ, കണ്ടാലോ. ഫോളോമി. അപ്പോൾ ഇത്രയും വലിയൊരു മുളകിൻ്റെ കൃഷിയാണ് നമ്മൾ കണ്ടത്. നമ്മളെ വണ്ടി അത് അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നതാണ് കേട്ടോ. ഈ ഭാഗത്തേക്ക് വന്ന് നോക്കിയപ്പോൾ മുളക് ഒരുപാടുണ്ട്. ഇവർ പറിക്കണുണ്ട് കേട്ടോ മുളക്. കുറേ ആൾക്കാരുണ്ട്. നമുക്ക് ജസ്റ്റ് പോയി പരിചയപ്പെടാം. പഴുത്ത മുളകൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ പറിക്കൽ കുറവാണെന്ന് തോന്നുന്നുണ്ട്. അക്കാ நல்லா இருக்கியா? என்ன பேர் அக்கா? குப்பித்தாய். முளகெல்லாம் இந்த மாதிரி பழம் பழுத்து போச்சு, பிடுங்காம விட்டதா? ஏன் மார்க்கெட் இல்லையா? விலை இல்லை. இப்போ என்ன விலை கிடக்குது? 100 ரூபாய்ங்களா? கிலோவுக்கு 100 ரூபா இருக்கா? ஆய் சும்மா சொல்கிறேங்க. நம்ம கேரளா. ஆமாம். പഴുത്തത് ഇതേ ഇവർ വില ഇല്ലാണ്ട് പറിക്കാതിരുന്നാണ് അല്ലേ? വില കിടക്കാതെ ഇപ്പം എവിടെ വില ഇറക്കുക മാർക്കറ്റിൽ? 100 രൂപ ഇറക്കാതെ. ആ അപ്പോൾ ഇവിടെ കുറേ അക്കാളുണ്ട് കേട്ടാ. ഒക്കെ ഫുഡ് കടിക്കണേ. അല്ല നമ്മ സാപ്പിട്ടാച്ചക്കാ. സാപ്പിട്ടതാ ഇറങ്ങണത്. മലയാളം തെരിയുമാ? ആ മലയാളം അറിയും കേട്ടോ. മലയാളം അറിയും. ഇവർക്കൊക്കെ മലയാളം അറിയട്ടാ. ആ ഇവിടെ ഒരു മോനുണ്ട് കേട്ടാ. എന്നെ പേര് ഐലൻ. പഠിക്കറിയാ? പഠിക്കറിയാ? வேணா எனக்கு வேணா. இது வேணா கடி வாண்ட இப்போ தான் சாப்பிட்டு தான் இறங்கினேன். அங்கே தான் ஸ்டே பண்ணேன் கொஞ்சம் முன்னாடி. எடுக்குண்டு ഒക്കെ എടുക്കുന്നുണ്ട്. பச்சை மட்டும் பிடுங்கிறியா? பழுத்தது பிடுங்க மாட்டிங்களா? ஏன் வாங்க மாட்டிங்களா? അപ്പോൾ നമുക്ക് കുറച്ച് ചോപ്പ് എടുത്തോ, കറി വെക്കാം. അപ്പോൾ ഞങ്ങൾ കൊഞ്ചം ചോപ്പ് എടുക്കട്ടെങ്ങളാ? പഴുത്തത് കറി വെക്കറൊക്കെ കൊഞ്ചം പൊടുത്തെടുത്ത് തന്നാൽ. അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇവരെ വിശേഷങ്ങൾ. എത്ര ജാളിയായിട്ടാണ് ഇവർ ഇരുന്ന് സംസാരിക്കണത്, ഇടപഴകണത് എന്നുള്ളതൊക്കെ നോക്കണം. മലയാളമാണ് കേട്ടോ. മലയാളം അറിയോ? അറിയാതെ தெரியாതെയാ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒക്കെ സ്ത്രീകളാണ് കേട്ടോ. അവർ ചായ കൊടുത്തിട്ടുണ്ട്, കഴിക്കുന്നുണ്ട്. നമ്മൾ മോൻക്ക് കടി വേണമെന്ന് കുറേ ചോദിച്ചിട്ടാ. അവൻ വേണ്ടാത്തതുകൊണ്ട് കഴിക്കണില്ല. നമ്മളിപ്പോൾ കഴിച്ചിറങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് ഈ പഴുത്ത മുളകുകളുണ്ടല്ലോ, പഴുത്ത മുളകുകളൊന്നും ഇവർക്ക് മാർക്കറ്റിൽ പോകില്ല. അതുകൊണ്ട് അവർ പഴുത്ത മുളകൊന്നും എടുക്കണില്ല കേട്ടോ. പഴുത്ത മുളക് നമ്മളോട് കുറച്ച് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചപ്പോൾ എടുത്തോളി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ യാത്രയിൽ കിട്ടുന്ന ഓരോ ബെനിഫിറ്റുകൾ. ആളുകളുമായിട്ട് ഇടപഴകുക, പിന്നെ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രീതികൾ പോകണം കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ കൂടാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ജെസ്സിപ്പോൾ അതാ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് നമുക്ക് കറി വെക്കാനുള്ള. ദയ്യൊക്കെ ഉണ്ടത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് മനസ്സിലാക്കിയതൊക്കെ. എല്ലാത്തിലും മുളകുണ്ട്, പക്ഷേ ഇവർ അറക്കാത്തത് കൊണ്ട് ഇത് പഴുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ റേറ്റ് കുറവായതുകൊണ്ടാണ് അങ്ങനെ പറിക്കാത്തതെന്നാട്ടോ പറഞ്ഞത്. ശരിയേക്കാ കിളമ്പുറ. ശരി വേണ്ട സാപ്പിട്ടാச்சு. ഇപ്പോൾ സാപ്പിട്ടാச்சு. ശരി കിളമ്പുറ. പുടിങ്ങി കൊഞ്ചം പോതും. കറി വെക്കർക്ക് തന്നെ. കറി വെക്കർക്ക് തന്നെ. കറി നമുക്ക് കറി சமைக்கிறதுக்கு வண்டியில எல்லாமே இருக்கு. நம்ம சமைச்சு சாப்பிட்டு அப்படியே சுத்தி பாக்குறவங்க. அப்படியே சுத்தி போற. கறி இப்ப இல்ல. கறி இன்னும் சமைக்குவேன். நமக்கு தேவையான டைமில் கேஸ் அடுப்பு எல்லாமே இருக்கு. அது வந்து வெளியில் வைக்குவேன், சமைக்குவேன், சாப்பிடுவேன், போவேன். கொஞ்சம் போதும், ஜாஸ்தி வேண்டாம். சரி அக்கா கிளம்புறேன். ശരി. ടാറ്റ എടുത്തോളാം അക്കന്മാർക്ക് ടാറ്റ എടുത്തോളാം. അപ്പോൾ നമുക്ക് തോട്ടത്തിൽ നിന്നേ ഒരു കവർ മുളക് തന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്നേഹമാണെന്നുള്ളതാണ് കേട്ടോ ആൾക്കാർക്കൊക്കെ. ഇവരെങ്ങനെ പെറുക്കണമെന്ന് നോക്കുകയാണെ പെട്ടെന്ന് സ്പീഡായിട്ട് പറിച്ച് പോകുന്നുണ്ട് കേട്ടോ. സ്പീഡായിട്ട് പറിച്ച് പോകുന്നുണ്ട്. പച്ച മാത്രമേ പറിക്കണുള്ളൂ കേട്ടോ ഇവർ.
എല്ലാവരും ഇത് പണിയെടുക്കണത്. ഒരു ലൈൻ ഇങ്ങനെ പറിച്ച് പോകണ്ടിട്ടാ അക്ക. ആ പോതും പോതും പോതും. ആ അതെ പോതും. എവളെ നാൾക്കാർക്ക് 2 പേരുതാ മതിയോന്ന്. അപ്പോൾ ഇവരിങ്ങനെ സ്പീഡായിട്ട് പറിച്ച് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിക്കാം. വാ മോനസ്. യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ബോർഡൊക്കെ വെച്ചിട്ട് നമ്മളെ മലയാളം തമിഴ്നാട്ടിലുണ്ട് എന്നുള്ള കേട്ടോ. അതായത് മധുരയിലാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു മല, ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണ് കളറാണ് കേട്ടോ. അടിപൊളി അതിമനോഹരമായൊരു മലയാണ് കേട്ടോ. അതിന് നേരെ അടിയിൽ തന്നെയായിട്ടൊരു പമ്പ് വരുന്നുണ്ട്. മല എന്ന് പറഞ്ഞാൽ പ്രത്യേക കളർ കേട്ടോ. കല്ലുകളും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക കളറ്. പിന്നെ അതിൻ്റെ നേരെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്ട്രക്ചറിങ്ങുള്ളൊരു ബിൽഡിങ് കണ്ടിട്ടോ. ഈ ഒരു ബിൽഡിങ് ഇങ്ങനെ കണ്ട് നിങ്ങളെ അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ യാത്രയിൽ കണ്ടൊരു സിമ്പിൾ വെയിറ്റിംഗ് ഷെഡാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മധുരൈ തേനി റോട്ടിലാണ് കേട്ടോ. തേനിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, മധുരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഓട്ടോ ഒക്കെ. അപ്പോൾ കണ്ട കാഴ്ചയാണ്. മനോഹരമായിട്ടുള്ളൊരു പള്ളിയുണ്ട് കേട്ടോ അവിടെ. നല്ല വലിയൊരു പള്ളിയാണ്. നിർമ്മാണം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ.